വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. സോ ഇന്ന് വന്നിട്ടുള്ളത് ഒരു Q&A വ്ളോഗായിട്ടാണ്. Q&A സെഷൻ ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ചെയ്യണം എന്ന് വിചാരിക്കണമെന്നും ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു വ്ളോഗായിരുന്നു അത്. Q&A ചെയ്യാനിരിക്കണമെങ്കിൽ അത്യാവശ്യം ഒരു ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് വേണം. അതെൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഇത്ര ദിവസം ലേറ്റ് ആയത്. സോ എന്നാലും ഞാൻ ഇന്ന് എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് എൻ്റെ ഒരു ഓഫ് ഡേ ആണ്. ഞാൻ ഓഫ് ഡേയ്സിലാണ് കൂടുതലും വീഡിയോസ് ഷൂട്ട് ചെയ്യാറിപ്പോൾ. അപ്പോൾ നോർമലി ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാറാണുള്ളത് എൻ്റെ ഓഫ് ഡേയ്സിൽ. ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും Q&A ചെയ്യാമെന്ന്. ക്ലാസ് വീക്കും ഞാനിങ്ങനെ ഓർത്തിട്ട് ചെയ്യാൻ പറ്റിയില്ല. സോ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇട്ടപ്പോൾ എനിക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കുറേ ക്വസ്റ്റ്യൻസിൻ്റെ ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാനൊരു ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഈ ഡയറി എൻ്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കട്ടെ. ഞാനിതിൽ നോക്കിയിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതാണ്. കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് സെയിം ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതൊക്കെ എല്ലാം കൂടെ ഇങ്ങനെ ഒരുമിച്ച് കൺഫ്യൂഷൻ ആക്കാണ്ട് ക്ലിയർ ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻസിന് ആൻസർ പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾ ചോദിച്ചിട്ടുള്ള ആർക്കെങ്കിലും ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഒരു വ്ളോഗ് ഇത് കുറേ കാര്യങ്ങളുടെ ഒരു മിക്സ് ആണെന്ന് പറയാം. ഇതിൽ എൻ്റെ പ്രൊഫഷണൽ ലൈഫ് ഉണ്ട്, എൻ്റെ ഫാമിലി ലൈഫിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്, ദെൻ എൻ്റെ ഇൻകംസിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സാലറി, യൂട്യൂബ് ഇൻകം, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഇതിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു പ്രോപ്പർ ആൻസറിങ് ആയിരിക്കും കേട്ടോ ഇന്നത്തെ ഈ വ്ളോഗിൽ ഉണ്ടാവുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻസ് എഴുതിയ ഡയറി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് നോക്കിയിട്ട് വായിക്കാം. So the first question is my place and husband place. അപ്പോൾ എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ വീട് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ മൂവാറ്റുപുഴ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് എൻ്റെ വീട്. ഹസ്ബൻഡിൻ്റെ വീട് വന്നിട്ട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വാടനപ്പള്ളിയിലാണ്. സോ അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. ദെൻ എബൌട്ട് മൈ സ്റ്റഡീസ്. എൻ്റെ സ്റ്റഡീസ് പറയാനാണെങ്കിൽ ഞാൻ +2 ബയോമാത്സ് ആയിരുന്നു. അതിനുശേഷം ഞാൻ 3 ഇയർ ഡിഗ്രി ചെയ്തു. ഡിഗ്രി ചെയ്തത് ആലുവയിലാണ് ചെയ്തത്, MES കോളേജിലാണ് ചെയ്തത് കോഴ്സ് BSc ഫിസിക്സ് ആയിരുന്നു. BSc ഫിസിക്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫിസിക്സ് ഞാൻ എടുത്തെന്ന് ചോദിക്കുമ്പോൾ കുറേ പേർ എന്നോട് ചോദിക്കാറുണ്ട് വൈ ഫിസിക്സ് എന്ന്. ഞങ്ങളെ +1 +2 പഠിപ്പിച്ച ഞങ്ങളുടെ സാറിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആയിരുന്നു എന്നെ ഫിസിക്സ് എടുക്കാനായിട്ട്. എനിക്ക് അന്നത്തെ അന്ന് എന്നെ അങ്ങനെ ചിരിപ്പിച്ചത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ കോഴ്സ് കിട്ടിയത് ഇലക്ട്രോണിക്സ് ആയിരുന്നു കേട്ടോ. സോ ഇലക്ട്രോണിക്സ് അവിടെ ഫീസ് കൊടുക്കാതെ, അതായത് എന്താണ് മെറിറ്റിൽ കിട്ടാന്നോ അങ്ങനെ എന്തോ പറയില്ലേ. അപ്പോൾ ഇലക്ട്രോണിക്സ് ആയിരുന്നു എനിക്ക് ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ഫിസിക്സിനോടുള്ള ഭയങ്കരമായ ആഗ്രഹം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ഫിനാൻസിങ് ആയിട്ടുള്ള ഫിസിക്സ് ആ കോളേജിൽ തന്നെ മാറി. അപ്പോൾ അത്രത്തോളം ഞാൻ ആഗ്രഹിച്ചെടുത്തൊരു കോഴ്സാണ് ഫിസിക്സ്, BSc ഫിസിക്സ്. അത്യാവശ്യം നല്ല മാർക്കോട് കൂടിയിട്ട് തന്നെ ഞാൻ പാസ്സായി. പക്ഷേ BSc ഫിസിക്സ് ഇങ്ങനെ പഠിച്ചുകൊണ്ട് ഒരു 3rd ഇയറൊക്കെ ആയ സമയത്താണ് ഇപ്പോൾ ഇനിയും ഇതിനെ പറ്റിയിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റില്ല എന്നെനിക്ക് മനസ്സിലായത്. കാരണം നല്ല ടഫാണ്. ഒരുപാട് ലാബ്സ്, എക്സ്പെരിമെൻറ്റ്സ്, സംഭവങ്ങളൊക്കെ കുറേ ചെയ്യണം. പിന്നെ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ഫീൽഡായിരുന്നു ടീച്ചിങ് ഫീൽഡ്. സോ MSc ചെയ്തിട്ടും ഞാൻ എൻ്റെ ടീച്ചിങ് ഫീൽഡിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഡിഗ്രി ഫിനിഷ് ചെയ്തതിന് ശേഷം ഞാനൊരു അറൗണ്ട് 8 months ഇങ്ങനെ ഓരോരോ ആലോചനയിലായിരുന്നു എന്ത് പഠിക്കണമെന്ന്. MScക്ക് പോകാൻ എന്തായാലും തീരുമാനിച്ചു. ആ സമയത്ത് എൻ്റെ മൈൻഡിൽ വന്നതാണ് എന്തെങ്കിലും മെഡിക്കൽ ഫീൽഡ് ചെയ്താലോ എന്ന്. അപ്പോൾ മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ജോബ് കിട്ടാൻ എളുപ്പമാണ്, നമുക്ക് എപ്പോഴും ഒരു സെക്യൂർഡ് ആയിരിക്കും മെഡിക്കൽ ഫീൽഡ്. അങ്ങനെ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു ജൂൺ ജൂലൈ ആ ടൈമിലാണ് എൻ്റെ ഡിഗ്രി ഫിനിഷ് ആയത്. അറൗണ്ട് ഒരു ഡിസംബർ വരെ ഐ വെയിറ്റഡ് ഫോർ അനദർ കോഴ്സ്. സോ ഞാൻ അങ്ങനെ ജോയിൻ ചെയ്തതാണ്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന പ്രൊഫഷൻ്റെ കോഴ്സ്, അതായത് ഡിപ്ലോമയാണ് ഞാൻ ചെയ്തത്. ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി. ഇത് ഞാൻ ചെയ്തത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അത് ഞാനിങ്ങനെ വഴിയെ പറഞ്ഞു തരാം. അതിൻ്റെ ഇടയിൽ ഞാൻ പ്രഗ്നൻസിയുടെ സമയത്ത് മെഡിക്കൽ കോഡിങ് കൂടെ ഓൺലൈനായിട്ട് ചെയ്തു കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ എബൌട്ട് മൈ ജോബ് ആൻഡ് ഹസ്ബൻഡ് ജോബ്. ഞാൻ വർക്ക് ചെയ്യുന്നത് റീനൽ ഡയാലിസിസ് ടെക്നീഷ്യനായിട്ടാണ്. ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന ഇവിടെ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ഒരു കമ്പനിയിൽ BDM ആയിട്ടാണ്. വെൻ യു ആർ പ്ലാനിങ് ടു ഗോ ടു ഇന്ത്യ. ഇതെനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷം തരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ലീവ് വരുന്നത് ഇയർലി 1 month ആണ്. സോ മേ ബി നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ടിങ്ങിൽ, ഉറപ്പിച്ചിട്ടൊന്നുമില്ല, ജനുവരിയോ ഫെബ്രുവരിയോ ആ ഒരു ടൈമിലാവുമ്പോൾ നാട്ടിൽ വരണം എന്ന് വിചാരിക്കുന്നു. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതാണ് ഇപ്പോൾ കാരണം ഞാൻ ജനുവരിയിലാണ് ഇവിടെ ജോബ് സ്റ്റാർട്ട് ചെയ്തത്. സോ എൻ്റെ ആനുവൽ ലീവ് വരുന്നത് ജനുവരിയിലാണ്. അപ്പോൾ ഇൻഷാല്ലാ ജനുവരിയിൽ തന്നെ
പോകുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ടൈം മാനേജ്മെൻറ്റ് വിത്ത് ഫുൾ ടൈം ജോബ് ആൻഡ് യൂട്യൂബ്. ഇതാണ് ഭയങ്കര ഒരു ട്രോമ തരുന്നൊരു ക്വസ്റ്റ്യൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല കേട്ടോ, എനിക്ക് തീരെ ടൈം മാനേജ് ചെയ്യാൻ പറ്റാറേ ഇല്ല. നിങ്ങൾ കുറേ പേര് ചോദിക്കാറുണ്ട് എന്താണ് ഇപ്പോൾ വീഡിയോസ് ഇടാത്തത്, നേരത്തെ എപ്പോഴും വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നായിരുന്നല്ലോ. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ശരിക്കും ഒരു ജോബൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കണ്ടന്റ് ക്രിയേഷനും അതുപോലെ നമ്മുടെ ഒരു ഫുൾ ടൈം ജോബും ഫാമിലി ലൈഫും എല്ലാം കൂടെ ഒന്നും ആർക്കും എനിക്കറിയില്ല കേട്ടോ എങ്ങനെയാണ് മറ്റുള്ളൊരു വീഡിയോസ് ഇങ്ങനെ ഇടുന്നതെന്ന് തന്നെ. ഞാൻ ഇടുന്നത് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. ഇപ്പോൾ ആലാനെ ഞാൻ ഉറക്കാൻ എടുത്തേക്കാണ്. അപ്പോൾ ഇനി ആല ഉറങ്ങി എഴുന്നേക്കണ സമയം വരെയാണ് എൻ്റെ വീഡിയോ എടുക്കാനുള്ള ടൈം. ഇതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് തീരെ സമയം കിട്ടാറില്ല. അതാണ് ഞാൻ വീഡിയോ ഇടാൻ ഇത്ര ലേറ്റ് ആവുന്നത്. ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കും, ഒന്നൊന്ന് ഓക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വിചാരിക്കും ഓക്കെ ഇനി തൊട്ട് വീഡിയോ ഇടാം എന്ന് വിചാരിക്കും. പിന്നെ എനിക്ക് സമയം കിട്ടില്ല. എല്ലാ ദിവസവും നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഒരുപോലെ ആയിരിക്കില്ല, നമ്മൾ ഫിസിക്കലി ഓക്കെ ആയിരിക്കില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ വർക്കിന് പോയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ മോർണിംഗ് 7 o'clock to 3 o'clock ആണ്, ഈവനിങ് 3 വരെയാണ്. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ ആരുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ കിടന്ന് ഉറങ്ങും. പിന്നെ എഴുന്നേൽക്കുമ്പോൾ ഒരു ടൈമാവും. അത് കഴിഞ്ഞ് വീണ്ടും ബാക്കിയുള്ള വീട്ടിലെ കാര്യങ്ങൾ ചെയ്യും, ഉറങ്ങും. ഇതാണ് എൻ്റെ മോർണിംഗ് ഡ്യൂട്ടി ഉള്ളപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ. ഇനി അതൊരു ഈവനിങ് ഡ്യൂട്ടി ആണെങ്കിൽ 3 to 11 ആയിരിക്കും ഡ്യൂട്ടി. 3 to 11 ഡ്യൂട്ടി വരുമ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് രാവിലത്തെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീരുമ്പോൾ ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടുള്ള ആളാണ്. എന്തൊരു വർക്ക് ചെയ്യാനും കുറച്ച് സ്ലോ ആണ്. പക്ഷേ ഞാൻ എൻ്റെ വർക്ക് ഫീൽഡിൽ ഞാൻ നല്ല ഫാസ്റ്റാണ്. പക്ഷെ അതല്ലാതെ എൻ്റെ വീട്ടിലെ കാര്യങ്ങളായാലും കണ്ടന്റ് ക്രിയേഷൻ ആയാലും ഒക്കെ ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കെല്ലാം ചെയ്യാൻ കുറച്ചധികം സമയം എടുക്കും. അപ്പോൾ ഈ ടൈം മാനേജ്മെൻറ്റ് എനിക്ക് വലിയ കാര്യമായിട്ട് വർക്കായിട്ട് തോന്നുന്നില്ല. പക്ഷേ എന്നാലും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഈ ഒരു ഫാമിലി ഉണ്ടാക്കിയെടുത്തത്. കാണുന്നവരെയും എന്നെയും എനിക്ക് വീണ്ടും ഡൗൺ ആക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കഷ്ടപ്പെട്ടിട്ട് വീഡിയോ ചെയ്യുന്നത്. കഷ്ടപ്പാട് മാത്രമാണ്, അതല്ലാതെ ഒരിക്കലും ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് ടൈം മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് ഞാനിതുവരെ എനിക്ക് പ്രാക്ടിക്കലി ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. മേ ബി നമ്മളെല്ലാത്തിനും ഒരു സമയം കൊടുത്ത് നമ്മളൊരു ഫിക്സഡ് ടൈം ഷെഡ്യൂളിലൊക്കെ പോവുകയാണെങ്കിൽ മേ ബി പറ്റുമായിരിക്കും, മേ ബി അല്ല പറ്റുമെന്ന് അറിയാം. പക്ഷേ അതുപോലും ചെയ്യാനുള്ളൊരു സമയം എനിക്കില്ല. സോ അങ്ങനെയൊക്കെ പോകും. ദെൻ എബൌട്ട് ഹാല ഫുഡ് മെനു, കുറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു സിമിലർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ഹാലയുടെ ഫുഡ് മെനു എന്ന് പറഞ്ഞാൽ അവർക്കൊരു സെപ്പറേറ്റ് ഫുഡ് മെനു ഒന്നും ഞാൻ അങ്ങനെ ഞാനൊന്നും പ്ലാൻ ചെയ്ത് വെക്കാറില്ല. നമ്മൾ കഴിക്കുന്ന ഫുഡ്സൊക്കെ തന്നെയാണ് ഹാല കഴിക്കുന്നത്. പക്ഷേ നമ്മളതിൽ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള നട്ട്സ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും ഫ്രൂട്ട്സ് ഹാലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ കൂടുതലും ഹാലയുടെ ഫുഡ്സിൽ ഫ്രൂട്ട്സ് ഇൻക്ലൂഡഡ് ആണ്. ചെറുപ്പം തൊട്ടേ കൂടുതൽ ഇഷ്ടം ഫ്രൂട്ട്സിനോടാണ്. അതുപോലെ എഗ്സ് എല്ലാ ദിവസവും കൊടുക്കാൻ നോക്കാറുണ്ട്, മാക്സിമം കൊടുക്കാൻ നോക്കാറുണ്ട്. പിന്നെ ചില ദിവസങ്ങളിൽ നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല, മൂടൊന്നും ഉണ്ടാവില്ല. എല്ലാ ദിവസവും അവർ പ്രോട്ടീൻ റിച്ചും അല്ലെങ്കിൽ ജങ്ക് ഫുഡ് കഴിക്കരുതെന്നോ അങ്ങനെയൊന്നും ഞാൻ വാശി പിടിക്കാറേ ഇല്ല. ഞാൻ ഭയങ്കര അവളെ ഭയങ്കര ഈസി ആയിട്ടാണ് ഞാൻ വിടാറ്. അവൾക്ക് ഇഷ്ടമുള്ള അവൾക്ക് കഴിക്കാൻ ഉള്ള ഒരു പെർമിഷൻ ഞാൻ കൊടുക്കാറുണ്ട്. ഞാൻ കുറേ പേര് കാണാറുണ്ട് ഇത് കൊടുക്കരുത് അത് കൊടുക്കരുത്. ഞാൻ അങ്ങനെയൊന്നും ഫോളോ ചെയ്യാറില്ല, ടു ബി വെരി ഫ്രാങ്ക്. കാരണം ഞാൻ അറ്റ് സം പോയിന്റ് ഞാൻ വിചാരിക്കും നമ്മളൊക്കെ കറക്റ്റ് ഇങ്ങനെ ഒരു ഫുഡ് ഇപ്പോൾ ഈ പറയുന്ന പോലെ റീൽസ് കോഡൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു ഫുഡ് മെനു ഒന്നും കഴിച്ചിട്ടല്ല ഞാൻ വളർന്നത്. സോ അതുകൊണ്ട് ഞാൻ അതിലൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ഈവൻ അവൾക്ക് പുറത്തുനിന്ന് ഫുഡ് വേണമെങ്കിൽ കഴിക്കണമെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഞാൻ അത് പാടില്ല ഇത് പാടില്ല. പക്ഷെ നമുക്ക് ചില കാര്യങ്ങളിൽ റെസ്ട്രിക്ഷൻസ് വയ്ക്കണം, ഞാൻ യോജിക്കുന്നു. പക്ഷേ എന്നാലും അവളുടെ കാര്യത്തിൽ ഞാൻ കുറച്ചും കൂടി ഒരു ഈസി ഗോയിങ് ആണെന്ന് പറയാം. ഫുഡ് മെനു ഒരു പ്രോപ്പർ ഫുഡ് മെനു ഒന്നും ഞാൻ ഫോളോ ചെയ്യുന്നില്ല. നമുക്ക് കൊടുക്കുന്ന ഫുഡ്, പിന്നെ ഞാൻ എപ്പോഴും പറയാണ്ട് അവൾക്ക് കഞ്ഞിയാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ കൂടുതലും ഞാൻ കഞ്ഞി കൊടുക്കാൻ നോക്കാറുണ്ട്. അപ്പോൾ അവളുടെ വയർ ഫുള്ളാവും. അതിൽ റൈസ് കിട്ടും, പിന്നെ യോഗട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവളുടെ ഒരു ഫുഡ് മെനു കാര്യങ്ങളും വരുന്നത്. ഹൗ യു ഗെറ്റ് ജോബ് ഇൻ ബഹ്റൈൻ, ഈസ് ദെയർ എനി സ്പെസിഫിക് എക്സാം ഫോർ ഗെറ്റിംഗ് ജോബ് ഇൻ മെഡിക്കൽ ഫീൽഡ്? ഇതിനെ പറ്റിയിട്ട് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്നാലും ചോദിച്ച സ്ഥിതിക്ക് ഒന്നും കൂടെ പറയാം. പാരാമെഡിക്കൽ ഫീൽഡിനെ പറ്റിയാണ് പറയുന്നത്. കാരണം എനിക്ക് ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ഫീൽഡിലുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ പാരാമെഡിക്കൽ ഫീൽഡിലൊക്കെ ആണെങ്കിൽ ഒരു ഡേറ്റാ ഫ്ലോ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊസീജിയർ ഉണ്ട്. നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വെരിഫൈ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണത്. അതായത് നമ്മുടെ ഒരു പ്രൈമറി സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നൊക്കെ പറയുമല്ലോ, അത് ചെയ്തിട്ട് അത് നമ്മൾ ഏതെങ്കിലും ഒരു ഏജൻസി ത്രൂ ആണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഏജൻസി ത്രൂ നമ്മൾ ഡേറ്റാ ഫ്ലോ ചെയ്ത് വൺസ് ഡേറ്റാ ഫ്ലോ പാസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബഹ്റൈനിലെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ജോബ് കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഡേറ്റാ ഫ്ലോ പാസ്സാണെങ്കിൽ നമുക്ക് പല ഹോസ്പിറ്റൽസ് നമുക്ക് CV ഡ്രോപ്പ് ചെയ്യാം. നമുക്ക് ഓൺലൈനായിട്ട് ഇൻഡീഡും ലിങ്ക്ഡിനും അങ്ങനെ കുറേ സൈറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വഴി നമുക്ക് ജോബ് സെർച്ച് ചെയ്യാം.
അപ്പോൾ ഈ സെർച്ച് ചെയ്യുന്ന നമുക്ക് ജോബ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൻ്റെ അണ്ടറിലാണ് നമ്മൾ എക്സാം എഴുതുന്നത്. അതായത് നമ്മുടെ ലൈസൻസിന് വേണ്ടിയിട്ട് ഒരു എക്സാം ഉണ്ട്. അതിവിടെ NHRA ആണ്, നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി. ഒരു നമ്മുടെ ഓഫർ ലെറ്ററും അതുപോലെ ഡേറ്റ ഫ്ലോ അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്കൊരു എക്സാമിനുള്ള എലിജിബിലിറ്റി കോഡ് കിട്ടും. അത് നമ്മളെ റിക്രൂട്ട് ചെയ്യുന്ന ഹോസ്പിറ്റൽസോ അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ഒപ്റ്റിക്കൽ ഫീൽഡിലൊക്കെ ആണെങ്കിൽ ഒപ്റ്റിക്കൽസോ അങ്ങനെ ഫാർമസിയോ അങ്ങനെ അവരാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിവിടെ എക്സാം ഡേറ്റ് ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ്, നമ്മുടെ ഇഷ്ടമാണത്, അവരുടെ ഇഷ്ടമല്ല. നമുക്ക് ഡേറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് ഇവിടെ തന്നെ എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്, അവിടെ പോയിട്ട് എക്സാം എഴുതാം. ഒരു 24 hours എക്സാം റിസൾട്ട് വരും കേട്ടോ. നമ്മൾ എഴുതാൻ പോകുന്ന നേരത്ത് ഭയങ്കര പേടിയായിരുന്നു. കാരണം നമ്മൾ പ്രാക്ടിക്കൽ ചെയ്തിട്ട് നമ്മൾ തിയറി നോളജൊക്കെ കുറേയൊക്കെ പോകും. കാരണം പോകുന്നല്ല, പ്രാക്ടിക്കലി നമ്മൾ നോളജ് ഉണ്ടാവും, പക്ഷെ തിയറി നോളജൊക്കെ നമ്മൾ ബുക്ക് നോക്കി പിന്നെ പഠിച്ചുകൊണ്ട് നിൽക്കുന്നില്ലല്ലോ നമ്മളുടെ ഒരു സ്റ്റഡി പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ. സോ ആ ടൈമിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എക്സാം എഴുതാൻ. എനിക്ക് ആലോചിക്കാനേ വയ്യ, അത്രയും ടെൻഷൻ. കാരണം എനിക്ക് എക്സാമൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ആങ്ഷ്യസ് ആവും ഞാൻ അതിനെ പറ്റിയിട്ട് ആലോചിച്ച്. അപ്പോൾ എൻ്റെ ബില്ലും ഇങ്ങനെ എപ്പോഴും എന്നോട് പറയും നിനക്ക് പാസ്സാവും, നീ കിട്ടും എന്ന് പറയും. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഈ NHRA എക്സാമിൻ്റെ സമയത്ത്. ഞാൻ വേണമെങ്കിൽ എൻ്റെ ആ ഒരു ജേർണിയുടെ ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ വേണമെങ്കിൽ എൻ്റെ ക്ലിപ്സ് ഇതിൽ ഇങ്ങനെ കൊടുക്കാം. എന്താണ് നമ്മൾ എക്സാം എഴുതി, ഞാൻ എക്സാം എഴുതാൻ പോയത് ഇവിടെ ഹൂറ എന്ന് പറഞ്ഞിട്ടൊരു പ്ലേസിൽ, അവിടെ ഒരു എക്സാം സെൻറ്റർ ഉണ്ട്. അവിടെ പോയിട്ട് എക്സാം എഴുതി. ചിലവർക്ക് എക്സാം എഴുതി കഴിഞ്ഞ ഉടനെ റിസൾട്ട് വരും എന്നിങ്ങനെ പറയാറുണ്ട് നമ്മളെ സ്ക്രീനിൽ. ഞാൻ അതാണ് പ്രതീക്ഷിച്ചത്. അതായത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് വരും എന്നുള്ള ടെൻഷനായിരുന്നു. ആദ്യത്തെ ഫസ്റ്റ് ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച് എഴുതിയ ഒരു എക്സാമാണ് ഈ ഒരു എക്സാം. പ്ലസ് ഇത് വൺസ് ഫെയിൽ ആയി കഴിഞ്ഞാൽ നമുക്കിത് വീണ്ടും റിപ്പീറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും എനിക്ക് അങ്ങനെ ഫീൽ ആവണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സ്റ്റോറി കൂടെ അത് പറയുന്നുണ്ട് ഇതിൽ. അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ പോയപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഒരു എക്സാം എഴുതാൻ പോയപ്പോൾ എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറുന്നതും എനിക്ക് തല ചുറ്റുന്നതും എൻ്റെ കൈ വരച്ചതും എൻ്റെ ഫസ്റ്റ് ഞാൻ ഇങ്ങനത്തെ ഈ ഒരു എക്സാം എഴുതിയപ്പോഴാണ് എനിക്കതൊക്കെ ഫീൽ ചെയ്തത്. അങ്ങനെ ഞാൻ ആ എക്സാം എഴുതി തീർന്ന് ലാസ്റ്റ് ക്വസ്റ്റ്യൻ സബ്മിറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്കിത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര ടെൻഷനായിരുന്നു. പക്ഷെ റിസൾട്ട് അപ്പോൾ വന്നില്ല. അപ്പോൾ കുറച്ചും കൂടെ അധികം ടെൻഷനായി. ഇനി എപ്പോൾ വരും, ചിലപ്പോൾ ഫെയിലായി കാണുമോ, അതുകൊണ്ടാണോ റിസൾട്ട് വരാത്ത, ഇങ്ങനെയൊക്കെ ഒരുപാട് ടെൻഷൻ അടിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ബില്ല് ഇങ്ങനെ വന്ന് ഞാൻ കാറിൽ കയറി ഇങ്ങനെ ഇരുന്നപ്പോൾ മെയിൽ വന്നു. ഒരു 2 minutes ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു മെയിൽ വന്നു, നമ്മളുടെ എക്സാം റിസൾട്ട് എന്ന് പറഞ്ഞിട്ട്. ഇത് ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് എത്ര ഞാൻ ടെൻഷൻ അടിച്ചിട്ടുണ്ടെന്ന്. അതെന്നുള്ള ആ ഒരു ഗ്രീൻ കളർ കണ്ടപ്പോൾ ഐ സ്റ്റാർട്ടഡ് ക്രൈയിങ്. കാരണം എനിക്ക് കരയാനല്ലാതെ എനിക്ക് എൻ്റെ സന്തോഷം അതിൽ കൂടുതൽ എനിക്ക് എക്സ്പ്രസ് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നു. ഐ ജസ്റ്റ് ഹഗ്ഡ് ഹിം വൈൽ ഹി ഈസ് ഡ്രൈവിങ്. ആൻഡ് അതായിരുന്നു എൻ്റെ ഒരു എക്സാം. ഇപ്പോൾ എക്സാം ക്രൈറ്റീരിയ ചോദിച്ചിട്ട് ഞാൻ എക്സാം സ്റ്റോറി പറഞ്ഞ് ബോറടിച്ചോ അതെനിക്കറിയില്ല. പക്ഷെ എന്നാലും ഇതിപ്പോൾ പറയാൻ തോന്നിയോണ്ട് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തെന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ NHRAയുടെ എക്സാം രീതികൾ വരുന്നത്. എക്സ്ക്യൂസ് മാരേജ് സ്റ്റോറി ആൻഡ് പിക്സ് ആണ്. ഞാനങ്ങനെ പുറത്തേക്ക് ഒരുപാട് ചെയ്യാത്ത ഒരു ഇതാണ് എൻ്റെ മാരേജിൻ്റെ പിക്സും കാര്യങ്ങളും. കാരണം എനിക്ക് നേരത്തെ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. നേരത്തെ ഞങ്ങൾക്ക് 2 പേർക്കും കൂടിയിട്ടൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് എ പബ്ലിക് അക്കൗണ്ട്, ബട്ട് നോർമൽ ഒരു അക്കൗണ്ടായിരുന്നു. ചുമ്മാ പബ്ലിക്കാക്കി ഇട്ടിട്ടുണ്ടെന്നുള്ളൂ, അങ്ങനത്തെ ഒരു അക്കൗണ്ട്. സോ അതിനകത്ത് ഞാൻ എൻ്റെ ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ എൻ്റെ ഫോട്ടോസ് എൻ്റെ കയ്യിൽ ഫോണിലൊന്നും ഇപ്പോൾ ഇല്ല. ഫോണിങ്ങനെ മാറി വരുമ്പോൾ ഫോട്ടോസൊക്കെ മാറ്റി നാട്ടിൽ ഏതോ പെൺഡ്രൈവിലൊക്കെയാണ് ഉള്ളതെന്ന് തോന്നുന്നു. കയ്യിലുള്ള കുറച്ച് പിക്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെയൊക്കെ ആയിട്ട് കൊടുത്തേക്കാം. മാരേജിൻ്റെ സ്റ്റോറി പറയാനൊന്നുമില്ല. ഞങ്ങളുടെ നിക്കാഹായിരുന്നു ആദ്യം കഴിഞ്ഞത്. അത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തപ്പോൾ, അതായത് ഞാൻ ഡയാലിസിസിന് ജോയിൻ ചെയ്തപ്പോൾ ഫസ്റ്റ് ഇയറിൽ വെച്ചിട്ട് നമ്മുടെ നിക്കാഹ് കഴിഞ്ഞു. സെക്കൻഡ് ഇയർ കോഴ്സ് കഴിഞ്ഞ് ഇൻറ്റേൺഷിപ്പൊക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മന്ത് ഡിസംബറിൽ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞെങ്കിൽ ജാനുവരിയിലായിരുന്നു ഞങ്ങളുടെ കല്യാണം. സോ ലൈക്ക് ഒരു 1 week ഗ്യാപ്പ് മാത്രമുള്ളായിരുന്നു എൻ്റെ കോഴ്സ് കഴിയാനും എൻ്റെ കല്യാണം കഴിയാനും. അങ്ങനെ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യലി ഒരു ഫംഗ്ഷനായിട്ട് വയ്ക്കാനും. അതിന് മുമ്പ് നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഷെയർ എ ലൈഫ് ലെസൺ ദാറ്റ് യു അണ്ടർസ്റ്റുഡ് ത്രൂ യുവർ എക്സ്പീരിയൻസ്. ഇതെനിക്ക് കുറച്ച് നല്ലൊരു ക്വസ്റ്റ്യനായിട്ട് തോന്നി. ഞാൻ
ഇപ്പോഴും കുറേ കാര്യങ്ങളിലൊന്നും പഠിച്ചിട്ടില്ല. എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് പറയുന്നൊരു കൂട്ടത്തിലുള്ള ഒരാളുണ്ടാവില്ല. അങ്ങനത്തെ ഒരു കാറ്റഗറിയാണ് ഞാൻ. പക്ഷെ എന്നാലും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. നമ്മളെ ലൈഫിൽ ഞാൻ കുറച്ചും കൂടെ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളെ മുഖത്ത് നോക്കിയിട്ട് നോ പറയാൻ മടിയുള്ള ഒരാളാണ്. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായാലും അയാൾക്ക് എന്തോ തോന്നുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓക്കെ പറയാറുണ്ട്. പക്ഷെ ഇപ്പോഴും കുറച്ചൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നു. പറയുന്നൊരു ഹാബിറ്റ് ഇത് ഭയങ്കര ഒരു പൊട്ട സ്വഭാവമാണ്. പക്ഷെ ആ സ്വഭാവം എനിക്കുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും നമ്മളൊരു ലൈഫിൽ നമ്മൾ നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണം. പക്ഷെ ഞാൻ എൻ്റെ ചെറുപ്പം തുടങ്ങിയേ ഞാനത് പറയാതെ പഠിച്ച് വന്നിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ഏജിൽ ഞാനത് ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുന്നുള്ളൂ എൻ്റെ ലൈഫിൽ. അപ്പം ഞാൻ ഇതിന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളൊന്നുമല്ലാത്ത സമയത്ത് ആർക്കും നമ്മളെ ആവശ്യം ഉണ്ടാവില്ല. വൺസ് വി അച്ചീവ് സംതിങ്, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും എത്തിയെന്ന് അറിഞ്ഞാൽ മാത്രമായിരിക്കും ആളുകൾ നമ്മളെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അവരുടെ കൂടെയുള്ള ഒരാളാണെന്ന് പുറത്ത് പറയുക, അതൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഞാൻ എൻ്റെ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും എൻ്റെ ഇൻസ്റ്റാഗ്രാം ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊന്നും നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ കളിയാക്കാൻ, ഞാൻ എൻ്റെ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അത് കളിയാക്കാൻ 100 പേരുണ്ടാവും. നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ടാവും, ഇല്ല എന്ന് പറയണില്ല. ഞാൻ എപ്പോഴും പറഞ്ഞാൽ എൻ്റെ ഫാമിലിയാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട്. പക്ഷേ നമ്മളെ കളിയാക്കാനും നമ്മളെ ഒരു അങ്ങനെ നമ്മളെ മെൻ്റലി താഴ്ത്താനൊക്കെ കുറേ പേരുണ്ടാവും. നോൺ ലിസൺഡ്. ഞാനിപ്പോൾ എൻ്റെ ലൈഫിൽ പയ്യെ കൊണ്ടുവരുന്നൊരു കാര്യം, നമ്മൾ ആവശ്യം ഉണ്ടെങ്കിലേ ആൾക്കാർ വരുള്ളൂ. നമ്മൾ ഒന്നും അല്ലാതിരുന്ന സമയത്ത് ഈ പറഞ്ഞ ആരും ഉണ്ടാവില്ല. നമ്മളെവിടെയെങ്കിലും ഒന്ന് റീച്ചായി, അതല്ലെങ്കിൽ നമ്മളെ കൊണ്ട് അവർക്കൊരു ഉപകാരം ഉണ്ടാവുമെന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ കുറച്ച് മാറി നിൽക്കാൻ പഠിച്ചു. അതായത് അപ്പോൾ വരുന്നവരെ ഞാൻ കുറച്ച് മാറ്റി നിർത്താൻ പഠിച്ചു. പണ്ട് വരാത്തവരും ഇപ്പം ഞാൻ വലിയ സംഭവമൊന്നും ഒരിക്കലും ചെല്ലാട്ടോ ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ സംഭവമാണെന്ന് തോന്നുന്ന പലർക്ക്, അവരെ പണ്ട് അങ്ങനെ അല്ലാത്തവർക്ക്, അങ്ങനെയുള്ളവരെ ഞാൻ മാറ്റി നിർത്താൻ പഠിച്ചു. അതാണ് ഒരു ലൈഫ് ലെസൺ. കുറേ ലൈഫ് ലെസൺസ് ഉണ്ട്. പക്ഷേ ഞാൻ ലൈഫിൽ ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരും. ഞാൻ അറിഞ്ഞുകൊണ്ടൊരു വാക്കുകൊണ്ട് പോലും ഹേർട്ട് ചെയ്യാത്ത ഒരാളാണ് ഞാൻ. എന്നെ തന്നെ പൊക്കി പറയുന്നൊന്നുമല്ല. അപ്പോൾ കംഫർട്ട് സോണിൽ മാത്രമാണ് ഞാൻ എൻ്റെ വോയിസ് റേസ് ചെയ്യുള്ളൂ. അതല്ലാതെ ഞാൻ കാരണം ഒരാൾക്ക് പോലും വിഷമം സംഭവിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കുറേ കുഴപ്പങ്ങളുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോഴൊക്കെ കുറച്ചും കൂടെ ഒന്ന് ബോൾഡായിട്ടൊക്കെ വരുന്നു. ഇങ്ങനെ ഒന്ന് നിങ്ങളടുത്ത് സംസാരിക്കാനും ഇൻട്രാക്ട് ചെയ്യാനും, അല്ലെങ്കിൽ പുതിയ ആരെങ്കിലും കാണുമ്പോൾ ഇങ്ങനെ മാറി നിൽക്കാതെ. ഭയങ്കര ഇൻട്രോവേർട്ടാണ്, അത് വേറൊരു കാര്യം. പക്ഷെ എന്നാലും ആ ഒരു ഫേസ് ഇങ്ങനെ പയ്യെ മാറ്റി വരുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോകാം. ഹൗ ഡു യു മാനേജ് ഹാല ഈവൻ ഇഫ് യു സെൻഡ് ഹെർ ടു ഡേ കെയർ, എനി ബിഹേവിയറൽ ചേഞ്ച്? ഹാലാനെ ഞാൻ ഡേ കെയറിലാക്കാൻ ഞാൻ ഡേ കെയറിലാക്കാൻ ഭയങ്കരമായിട്ട് പേടിച്ചിരുന്ന ഒരാളാണ് ഹാലാനെ. കാരണം അവൾ കൂടുതൽ ഞാനായിട്ടായിരുന്നു കണക്ഷൻ കൂടുതൽ. ഞാൻ അവളെ ടേക്ക് കെയർ ചെയ്യുന്ന സമയത്ത് അവൾ ചെറുപ്പത്തിലൊക്കെ കൂടുതലും ഞാനായിട്ടായിരുന്നു അവൾക്ക് കണക്ഷൻ കൂടുതൽ. എനിക്ക് ചിന്തിക്കാനും കൂടെ പറ്റുന്നില്ല അവളൊരു ഡേ കെയറിലാക്കിയിട്ട് ഞാൻ ജോബ് ചെയ്യാൻ പോകുന്നത്. ബട്ട് അതൊരു ബെറ്റർ ഡിസിഷനായിരുന്നു എന്ന് ഞാനിപ്പോൾ വിചാരിക്കുന്നു. കാരണം നമ്മൾ ഇവിടെയൊക്കെ പുറത്ത് വളരുന്ന കുട്ടികൾക്ക് കാണുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇൻട്രാക്ഷൻസ് കുറവായിരിക്കും. ഒരു സ്കൂൾ പോകുന്ന ടൈം വരെയുള്ള ഇൻട്രാക്ഷൻസൊക്കെ ഭയങ്കര കുറവായിരിക്കും. നമ്മൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ അടച്ചു കൂട്ടി നമ്മളെ തന്നെ ഫേസ് നമ്മളെപ്പോഴും കാണണം. നമ്മളിപ്പോൾ പുറത്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഇൻട്രാക്ഷനും അവരുടെ സംസാരിക്കാനൊക്കെ സംസാരിക്കാനൊക്കെ പയ്യെ തുടങ്ങുന്നു എന്നൊക്കെ കുറേ പേരിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ആലാനെ ഡേ കെയറിലാക്കിയപ്പോൾ ഐ തിങ്ക് അത് ഭയങ്കര പോസിറ്റീവായിട്ട് അവളുടെ ഡെവലപ്മെൻറ്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അവൾക്ക് കൂടുതൽ ഫ്രണ്ട്സ് അവൾ മാത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ കുറച്ചും കൂടെ അവൾക്കൊരു ലൈക്ക് ഒരു സിബ്ലിങ്സ് പോലെ തന്നെ അവരെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. അവരുടെ കൂടെ പ്ലേയിങ് ടൈം ആണെങ്കിലും മറ്റുള്ളവരുടെ കൂടെയും അവൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചു. അവൾക്കിപ്പോൾ അറിയാം ഞാൻ ജോബിന് പോവാണ്, ബില്ല് ജോബിന് പോവാണ്. അവൾക്ക് ആ ടൈമിൽ അവൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. സോ അവളൊരു സ്ഥലത്ത് പോകുന്നു, അവൾക്ക് ഫ്രണ്ട്സ് ഉണ്ട്, അവളെ നല്ലോണം ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി തുടങ്ങി. അപ്പോൾ അവരോടത്തും, അതായത് പുറത്തും അവളുടെ ബിഹേവിയറൽ ഡെവലപ്മെൻറ്റ്സ് വന്നു തുടങ്ങി. മറ്റുള്ളവരോട് നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാനും, അതല്ലെങ്കിൽ എപ്പോഴും നമ്മളെ പാരൻസിൻ്റെ കൂടെ മാത്രമല്ല വേറൊരാളെ കണ്ടുകഴിഞ്ഞാൽ പോകാണ്ടിരിക്കുക, അങ്ങനെ ഒരു കാര്യങ്ങളും അവൾക്ക് ഇതുവരെ അവളുടെ
അവളുടെ ഡെവലപ്മെൻറ്റ്സിൽ അങ്ങനെ ഒരു കാര്യം ബാധിച്ചിട്ടില്ല. വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് പോകുന്നത്. അത് ടേക്ക് കെയർ ആക്കിയതുകൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതല്ലെങ്കിൽ ഞാനും ബില്ലു മാത്രമുള്ള ഒരു ലോകമായിട്ട് അവൾ പോയേനെ. But now, alhamdulillah, it's all going good. And just want to ask, how or what will you do when you are feeling down? ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഞാൻ എല്ലാ ദിവസവും, നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, നമ്മളെപ്പോഴും പവർഫുള്ളായിരിക്കില്ല, നമ്മളെപ്പോഴും ഹാപ്പി മൈൻഡൊന്നും ആയിരിക്കില്ല. ബട്ട് വൺസ് ഐ എം ഫീലിംഗ് ലൈക്ക് ഐ എം റിയലി ഡൗൺ, ഐ ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ. കാരണം ഞാൻ ആ സിറ്റുവേഷനിൽ കുറേ പേര് പറയണേക്കാറുണ്ട്, എന്താണ്, ഞാൻ പുറത്ത് പോയി ഫ്രണ്ട്സായിട്ട് ചില്ല് ചെയ്യും, കുറേ ഷോപ്പ് ചെയ്യും, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. ഓരോരുത്തരുടെ കാര്യങ്ങളാണ്ടത്. ഞാൻ ഒരിക്കലും അവരൊന്നും അങ്ങനെ ചെയ്യാൻ, അങ്ങനെ എന്താ ചെയ്യുന്നത്, അങ്ങനൊന്നും നല്ലതായിട്ട് പറഞ്ഞത്. പക്ഷെ എൻ്റെ കാര്യത്തിൽ ഞാൻ ആ സിറ്റുവേഷൻ അങ്ങനെ ഇരുന്നേ തീർക്കും. എനിക്ക് വയ്യെങ്കിൽ ഞാൻ വയ്യാണ്ട് തന്നെ ഇരിക്കും. ഞാനൊന്നും ചെയ്യൊന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു, എനിക്ക് തോന്നുവാണ് എനിക്ക് വയ്യ, എൻ്റെ മെൻ്റലി ഞാൻ ഓക്കെ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ഇരിക്കും. ഞാനത് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യാറില്ല. കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓക്കെ ആയിക്കോളും. അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് മെൻ്റൽ ബ്രേക്ക് ഡൗൺസ് ഏറ്റവും കൂടുതൽ വരുന്ന ഒരാളാണ് ഞാൻ. ഈ പറഞ്ഞ പോലെ ടൈം മാനേജ്മെൻറ്റ് കറക്റ്റ് ആവാണ്ട് വരുമ്പോൾ, എനിക്ക് കണ്ടൻറ് ക്രിയേഷൻ ഒന്നും ചെയ്യാൻ സമയം കിട്ടാണ്ട് വരുമ്പോൾ, വീട്ടിൽ കുക്ക് ചെയ്യാൻ സമയം കിട്ടാണ്ട് വരുമ്പോൾ, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഒരു മെൻ്റലി ബ്രേക്ക് ഡൗൺ ആവുന്ന ആളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ തന്നെ വിടുവാണ്. അല്ലാതെ ഞാനിപ്പോൾ ഓക്കെ, എനിക്കിന്ന് ഒരു മൂഡില്ല, പുറത്ത് പോയിട്ട് വരാം, പുറത്ത് പോയാൽ ഞാൻ ചിലപ്പോൾ കുറച്ച് ചില്ലായിരിക്കും എന്നൊന്നും ഞാൻ വിചാരിക്കില്ല. അങ്ങനെ പുറത്ത് പോവാൻ ബില്ലു ഇപ്പോൾ പറഞ്ഞാൽ പോലും ഞാൻ പോവാണ്ടിരിക്കുള്ളൂ. എനിക്ക് മൂഡില്ല എന്ന് പറഞ്ഞു തന്നെ ഇരിക്കും. അങ്ങനത്തെ ഒരാളാണ് ഞാൻ അങ്ങനത്തെ സിറ്റുവേഷൻസ് അങ്ങനെ തന്നെ ഓവർകം ചെയ്യും. അതല്ലാതെ എനിക്ക് സ്പെഷ്യലായിട്ട് അതിന് വേണ്ടിയിട്ട് വേറൊന്നും ചെയ്യാനില്ല. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടിപ്സ് ഫോർ ബിഗിനേഴ്സ് സ്റ്റാർട്ടിങ് യൂട്യൂബ് ചാനൽ. ഇതിനെ പറ്റിയിട്ടും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ബട്ട് എന്നാലും പറയാം, യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാട്ടോ. ഞാൻ എല്ലാവരും ഈ കാണുന്ന എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറയാറില്ല. പക്ഷെ എന്നാലും ഞാൻ ലാസ്റ്റ് ആ ഒരു വീഡിയോ ചെയ്തിട്ട് എന്നോട് കുറേ പേര് കമൻസിലും DM-ലും എനിക്ക് വന്ന മെസ്സേജസ് ആണ്. കുറേ പേര് ആ വീഡിയോ കണ്ടിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി എന്ന്. നമ്മൾ തുടങ്ങിയ ഒരു ദിവസം കൊണ്ടൊന്നും നമ്മൾ രക്ഷപ്പെടണമെന്നില്ല, നമുക്ക് കുറേ വ്യൂവേഴ്സ് കിട്ടണമെന്നില്ല, നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആവണമെന്നില്ല, ഒരിക്കലും ഇല്ല. ബട്ട് കൺസിസ്റ്റൻസി ഈസ് എ കീ. ഞാൻ എവിടെയും പറയും ക്വാളിറ്റിയോ ഒന്നുമല്ല, കൺസിസ്റ്റൻ്റ്ലി വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ കീ നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ്ഡ് ആവാനായിട്ട്. നമ്മൾ കൺസിസ്റ്റൻ്റ്ലി വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ വൺ ഡേ യു വിൽ ഡെഫിനറ്റ്ലി അച്ചീവ്. അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഞാൻ കൺസിസ്റ്റൻ്റ്ലി വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്താണ് എൻ്റെ ചാനൽ കുറച്ചൊന്ന് ഗ്രോത്ത് ആയത്. ഞാൻ വീഡിയോ ചെയ്യാത്ത സമയത്ത് എൻ്റെ ചാനൽ അതേപോലെ തന്നെ താഴോട്ട് പോകും. ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് കുറവാണ്. അതുകൊണ്ട് എൻ്റെ ചാനലിലുള്ള ലാസ്റ്റ് ഒരു 1 മന്ത് എടുക്കുകയാണെങ്കിലുള്ള അനാലിറ്റിക്സ് എടുക്കുകയാണെങ്കിൽ എൻ്റെ ഗ്രാഫ് പോകുന്നത് താഴോട്ട്. ബട്ട് ഞാൻ ആ ഒരു മന്ത് കറക്റ്റ് പ്രോപ്പർ ഫോളോ ചെയ്യുന്ന മന്ത്സിൽ എനിക്ക് പോകുന്നത് എൻ്റെ ഗ്രാഫ് മുകളിലോട്ട്. എന്ന് വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ക്വാളിറ്റി തീരെയില്ലാത്ത കണ്ടൻസ് എന്നല്ല ഞാൻ പറയുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ബട്ട് കൺസിസ്റ്റൻ്റ്ലി വീഡിയോ പോസ്റ്റ് ചെയ്താൽ യു വിൽ ഡെഫിനറ്റ്ലി അച്ചീവ്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഞാൻ വലിയൊരു യൂട്യൂബറൊന്നും അല്ലല്ലോ. ഞാനൊരു ചെറിയൊരു ഫാമിലി ബിൽഡ് ചെയ്ത് ഇങ്ങനെ ഇപ്പോഴും വരുന്നുള്ളൂ. ഒരിക്കലും ഒരു ലെഗ് ഫാക്ടർ എൻ്റെ യൂട്യൂബ് ജേർണിയിൽ ഇതുവരെ ഒരു വീഡിയോയ്ക്ക് പോലും ഒരു ലെഗ് ഫാക്ടർ വന്നിട്ടില്ല. കഷ്ടപ്പാട് മാത്രമാണ് എൻ്റെ യൂട്യൂബ് ജേർണിയിൽ ഉണ്ടായിട്ടുള്ളൂ. ഇൻസ്റ്റഗ്രാമിൽ പിന്നെയും പറയാം, നമ്മൾ വിചാരിക്കാത്ത വീഡിയോസ് ചിലപ്പോൾ റീച്ചായി ഫോളോവേഴ്സ് കിട്ടുന്നു. ബട്ട് യൂട്യൂബ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. നമ്മൾ യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ കാണുമ്പോൾ നമുക്കത് കാണുന്നുണ്ടെങ്കിലേ നമ്മൾ കാണുള്ളൂ. ഇൻസ്റ്റഗ്രാമിൽ ഓക്കെ എന്തെങ്കിലും ആവട്ടെ, കുറച്ച് നേരം അല്ലെങ്കിൽ തൊട്ടെങ്കിലും സ്ക്രോൾ ചെയ്ത് കാണും. പക്ഷെ അതുപോലെയും കൂടിയല്ല യൂട്യൂബ് ഈസ് ഡിഫിക്കൾട്ട്. ബട്ട് നമ്മൾ അതിന് വേണ്ടി നമ്മൾ എഫേർട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും അച്ചീവ് ആവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ഹൗ ടു ഓവർകം ഫിയർ. മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നുള്ള ഓർത്തിട്ടുള്ള ഫിയർ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന്. അത് എനിക്കിപ്പോഴും ഉണ്ട്. ഞാൻ അത്ര ഭയങ്കരതായിട്ടൊന്നും പറയാനില്ല. ഞാനിപ്പോഴും മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് ഓർത്തിട്ട് വീഡിയോ എടുക്കുന്ന ഒരാളാണ്. എന്നോട് ബില്ലു എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നീ മറ്റുള്ളവരെന്ത് തോന്നുമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ ചെയ്യാതിരിക്കരുത്. അങ്ങനെയാണ് ബില്ലു എന്നോട് എപ്പോഴും പറയുന്നത്. പക്ഷെ ഞാൻ കുറച്ചും കൂടെ മറ്റുള്ളവർ വിചാരിക്കുമല്ലോ, അയ്യോ എന്നാൽ ചില കോണ്ടൻസൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും തോന്നിയാലോ, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യണ്ട,
അങ്ങനെയൊക്കെയുള്ള ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഭയങ്കര ബാഡ് തിങ് ആണ്. നമ്മൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് പേടിച്ച് മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ലൈഫാണ്, നമ്മളോട് ആരും ചോദ്യം ചെയ്യാനില്ല. അതാണ് എപ്പോഴും പറയാനുള്ളത്. പക്ഷെ ഞാൻ അങ്ങനെ ആണെന്നും ഞാൻ പറയുന്നില്ല. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളൊന്നും ഭയങ്കര ബോൾഡായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിനെ പയ്യെ പയ്യെ മാറ്റിയെടുക്കാനേ പറ്റുള്ളൂ. നമ്മൾ ഇപ്പോൾ ഒരു കണ്ടന്റ് ക്രിയേഷനൊക്കെ ജേണി ആയതുകൊണ്ട് തന്നെ ഞാൻ കുറേയൊക്കെ കൂടുതലും എൻ്റെ ഒരു ഭയങ്കര ഒരു പുറകോട്ടേക്ക് മാറി നിൽക്കുന്ന ആ ഒരു ക്യാരക്ടറൊക്കെ മാറി മാറി തുടങ്ങി. അതിങ്ങനെ ഗ്രാജുവലി ആണ് മാറുള്ളൂ. അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ സംസാരിക്കാൻ ഞാൻ ആളല്ല. കാരണം ഞാനും ഇപ്പോഴും അറ്റ് സം പോയിന്റ്സ് ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന്. ബെസ്റ്റ് തിങ് ഓഫ് ബീങ് എ മോം, എനിക്കെല്ലാം ഇഷ്ടമാണ് ആസ് എ മോം. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളതും ഏറ്റവും കൂടുതൽ എനിക്ക് ഹാപ്പിനെസ് കിട്ടിയിട്ടുള്ളതും എൻ്റെ ഒരു മദർഹുഡ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ്. കാരണം ഐ ജസ്റ്റ് ലവ് എവറിത്തിങ് അബൌട്ട് ബീങ് എ മോം. എന്താ പറയുക, നമുക്ക് ചിലപ്പോൾ നമ്മുടെ ലൈഫ് ഭയങ്കര ഒരു ബിസി ലൈഫൊക്കെ ആയി മാറിയിട്ടുണ്ട് ഉണ്ടാവാം. നമ്മൾ നേരത്തെ പോലെ നമുക്കെല്ലാം നമ്മൾ ഈസി ആയിട്ട് നമുക്കൊരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതല്ല. ബട്ട് എന്നാലും അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ലാത്തൊരു ഫീലിംഗ് ആണല്ലോ. ആൻഡ് ഇന്നലെ കൂടെ ഞാൻ ബില്ലുവിനടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. ട്രാവൽ ചെയ്തപ്പോൾ 3 years ബാക്ക് ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലില്ല ഈ ഹാല എന്ന് പറയുന്ന ഒരു നെയ്യും ഞങ്ങളുടെ ലൈഫിൽ. ഞാൻ ഇങ്ങനെ പൊട്ട ക്വസ്റ്റ്യൻസൊക്കെ ഇങ്ങനെ ബില്ലോട് ചോദിച്ചിട്ടാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വരും. അപ്പോൾ ഞാൻ ഇങ്ങനെ ബില്ലോട് ചോദിച്ചതാണ്. ഭയങ്കര ഒരു നിങ്ങൾക്ക് ഏട്ടാ ഞാൻ തോന്നുന്നു എനിക്ക് ഭ്രാന്താണോ എന്ന്. പക്ഷെ ഞാൻ ചോദിച്ചൊരു കാര്യമാണ്, ഹാല എന്നുള്ളൊരു പേര് ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നില്ല. ബട്ട് നൗ നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പേരായി കഴിഞ്ഞു അതെന്ന്. അത് എന്താണ്, അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ബെസ്റ്റ് തിങ് എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ ഒരാൾ വന്നു, നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാതെ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമ്മളെക്കാളും നമുക്ക് ഇമ്പോർട്ടൻസ് അവർക്ക് കൊടുക്കാൻ തോന്നും. സെയിം ലൈക്ക് നമ്മുടെ പാരൻസ് നമ്മളോട് ചെയ്യുന്ന പോലെ തന്നെ. ദാറ്റ്സ് ഇറ്റ്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു മോം എന്നുള്ള രീതിയിൽ എനിക്ക് ഞാൻ പ്രൗഡാണ്, ഭയങ്കര ഹാപ്പിയാണ്. സംടൈം നമുക്ക് ദേഷ്യമൊക്കെ വരും, ഇവർ പറഞ്ഞനുസരിക്കില്ലാത്തപ്പോഴും ഫുഡ് കഴിക്കാത്തപ്പോഴും. പക്ഷെ എന്നാലും അവർക്ക് നമ്മളോടുള്ള കണക്ഷൻ ഇറ്റ്സ് പ്രൈസ്ലെസ്. വാട്ട് ഏജ് ഡിഡ് യു ഗെറ്റ് മാരീഡ്? എനിക്ക് 21 വയസ്സായപ്പോഴാണ് എൻ്റെ മാരേജ് കഴിഞ്ഞത്. ഞാനും ഹസ്ബൻഡും തമ്മിൽ 7 years ഏജ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഹൗ ഡു യു മാനേജ് ടൈം? റിയലി അപ്രീഷിയേറ്റ് യുവർ എഫേർട്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു ടൈം മാനേജ്മെൻറ്റേ അല്ല, ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഇത് ഈ വീഡിയോ എടുക്കുന്നത് തന്നെ. സോ ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഇനി ഇത് കൂടുതൽ പറയുന്നില്ല. ഇനിയിപ്പോൾ കുറച്ച് ഇത്ര നേരം ഞാൻ ഒരു കഥ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തോന്നുമെന്ന് എനിക്കറിയില്ല. ബട്ട് എന്നാലും ഇനി കുറച്ചും കൂടെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് നോക്കാം. മൈ മോസ്റ്റ് ഫേവറേറ്റ് DIY ഫേസ് മാസ്ക്. ഞാനിങ്ങനെ ഭയങ്കര ഹോംലി ഫേസ് മാസ്കോ അങ്ങനെ കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യാറില്ലാത്ത ഒരാളാണ്. പക്ഷേ ഞാൻ എപ്പോഴും ചെയ്യുന്നത്, എപ്പോഴും അല്ല എനിക്ക് സമയം കിട്ടുമ്പോൾ ചെയ്യുന്നത്, കോഫി പൗഡർ, ഷുഗർ, ഹണി രണ്ടും മിക്സ് ചെയ്യുക. റോസ് വാട്ടർ ആണെങ്കിൽ റോസ് വാട്ടറിൽ മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ നോർമൽ വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് ഫേസിലും ലിപ്സിലാണ് എനിക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം ലിപ്പിലുള്ള പിഗ്മെൻറ്റേഷനും ഡെഡ് സെൽസൊക്കെ പോകും. ദാറ്റ്സ് ഇറ്റ്. അതാണ് എൻ്റെ ഫേവറേറ്റ് ഫേസ് മാസ്ക്. ദെൻ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ഞാൻ അങ്ങനെ ഒരു എപ്പോഴും ഗോ ബാക്ക് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ യൂസ് ചെയ്യുന്ന ആ ഒരു ടൈം പീരീഡിൽ എനിക്കത് ഇഷ്ടമായിരിക്കും, പിന്നെ അത് കഴിയുമ്പോൾ എനിക്ക് അത് മടുക്കും. സോ ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ പേര് മേക്കപ്പ് ഫോർ എവർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഇമ്മോർട്ടൽ റോസ് വുഡാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ഷെയ്ഡ്. സോ ഇതെനിക്കിഷ്ടമാണ്. പക്ഷേ മോസ്റ്റ്ലി ഞാനൊരു ബ്രൗൺ ന്യൂഡ് ലിപ്സ്റ്റിക് ഫാനാണെന്ന് പറയാം. നൈക്കേൻ്റെ ലിപ്സ്റ്റിക്സ് എനിക്കിഷ്ടമാണ്, പക്ഷേ എൻ്റെ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഞാൻ പിങ്കിഷ് ന്യൂഡ് ലിപ്സ്റ്റിക്സിനോട് വലിയ ഇൻട്രസ്റ്റ് ഉള്ള ആളല്ല. കൂടുതൽ എനിക്കിഷ്ടം ബ്രൗൺ ആണ്. പക്ഷേ എനിക്കിപ്പോൾ ഇട്ടിരിക്കുന്നത് ഏകദേശം ഒരു പിങ്കിഷ് അണ്ടർടോൺ വരുന്ന ഒരു ലിപ്സ്റ്റിക് ആണെന്ന് തോന്നുന്നു. ദെൻ പ്ലാനിങ് ഇൻ്റർനാഷണൽ ട്രിപ്സ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആഗ്രഹമുണ്ട്. ഇതുവരെ അങ്ങനെ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പൊന്നും പോയിട്ടില്ല. ദുബായ് പോയിട്ടുണ്ട്, പക്ഷേ അതല്ലാതെ വേറെ അങ്ങോട്ടും പോയിട്ടില്ല. സോ അതുകൊണ്ട് ഈ പ്രാവശ്യം നാട്ടിൽ വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ പ്ലാനിങ് ഒന്നും കറക്റ്റായിട്ട് നടക്കണമെന്നൊന്നുമില്ലല്ലോ നമ്മൾ ഈ തിരക്ക് പിടിച്ചിട്ടുള്ള വരവിലൊന്നും. പക്ഷെ എന്നാലും ഈ പ്രാവശ്യം മേ ബി ഉണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട്. സ്പോട്ടൊന്നും ഇതുവരെ പ്ലാൻഡ് അല്ല കേട്ടോ.
എവിടെയെങ്കിലും പറ്റുന്ന നമുക്ക് അഫോർഡബിൾ ആയിട്ട് പറ്റുന്ന ഏതെങ്കിലും ഒരു സ്പോട്ട് പോവുക അങ്ങനെ വിചാരിച്ചാണ് ഇരിക്കുന്നത്. എനിക്ക് ബോറടിച്ച് തുടങ്ങുമെന്ന് എനിക്കറിയില്ല. ബോറടിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് എന്നാണ് ഞാൻ പറയുള്ളൂ. മേ ബി ഇതൊരു ലെങ്തി വീഡിയോ ആയിരിക്കാം, പക്ഷെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ബാക്കി കാണാം. ഞാനും സംസാരിച്ച് കുറച്ച് ബോറടിച്ചു, ബട്ട് എന്നാലും ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ കുറേ നാളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഇനി നമുക്കിങ്ങനെ എന്താണ് ഇനി ഒരു നെക്സ്റ്റ് പാർട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒറ്റ പാട്ടിൽ അങ്ങോട്ട് തീർക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ഹൗ ഡിഡ് യു സ്റ്റാർട്ട് ഗെറ്റിംഗ് സബ്സ്ക്രൈബേഴ്സ് ഓൺ യൂട്യൂബ് ചാനൽ? എൻ്റെ പൊന്നോ, 0 സബ്സ്ക്രൈബേഴ്സാണ് എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ ഫസ്റ്റ് സബ്സ്ക്രൈബർ ഞാൻ തന്നെയായിരുന്നു. കാരണം ഞാൻ എൻ്റെ വേറൊരു ലോഗിൻ ഐഡിയിൽ നിന്ന് ഞാനാണ് എൻ്റെ ഫസ്റ്റ് സബ്സ്ക്രൈബർ. അതുപോലെ 9K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത് ഓരോ സബ്സ്ക്രൈബേഴ്സും ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുള്ളതെന്നും അല്ലെങ്കിൽ ഓരോ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഹാർഡ് വർക്ക് നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ഞാൻ എപ്പോഴും പറയും, എനിക്ക് ലക്ക് ഫാക്ടർ ഇല്ല. ഒരു വീഡിയോ പോലും ഇങ്ങനെ ഭയങ്കര വൈറലായിട്ട് അതിൽ നിന്ന് കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ മീൻസ് മോർ ദാൻ 10K ഒക്കെ കിട്ടുന്നതാണ് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോ ഞാൻ എടുത്ത കഷ്ടപ്പാടിൻ്റെയും ഓരോ വീഡിയോസിൻ്റെയും എഫേർട്ടാണ് ഈ സബ്സ്ക്രൈബേഴ്സ്. പിന്നെ ലോങ് വീഡിയോസൊക്കെ ചെയ്ത് ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ പ്രോപ്പറായിട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ കുറച്ചധികം സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ വന്നു തുടങ്ങി. അതല്ലാതെ എനിക്കിതിന് ഞാനൊരു ട്രിക്കൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാവരും പറയുന്ന പോലെ കീവേഡ്സ്, ഹാഷ്ടാഗ്സ്, ഡിസ്ക്രിപ്ഷൻ, ടൈറ്റിൽ ഒന്നും മാറ്റർ ചെയ്യുന്നില്ല. തമ്പനയിലൊക്കെ നല്ല മാറ്റർ ചെയ്യുന്നൊരു കാര്യമാണ്, പക്ഷെ അതിനും ഞാൻ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാറില്ല. എനിക്ക് പറ്റുന്ന പോലെ എഫേർട്ട് ചെയ്ത് എടുത്തിട്ട് വീഡിയോ ചെയ്തു. അത് കണ്ട് ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുന്നു, അത്ര തന്നെ ഉള്ളൂ. നെക്സ്റ്റ് ഈസ് ഹൗസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വെൻ ബോത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് വർക്ക്സ്. ഞാൻ ഓൾറെഡി ആൻസർ ചെയ്തിട്ടുള്ളതാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആഡ് ചെയ്തപ്പോൾ. പക്ഷേ ഞാൻ ഒന്നും കൂടെ പറയാം, ഹസ്ബൻഡും വൈഫും വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സേവിങ്സ് ആണെങ്കിലും നമ്മുടെ സ്പെൻഡിങ്സ് ആണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ പുറത്താണ് ജീവിക്കുന്നത്, നമ്മളുടെ ഓൺ ഹൗസ് ഒന്നുമല്ല, നമുക്ക് റെൻ്റൽ എമൗണ്ട് അത് വേറെ ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുണ്ട്. ലിവിങ് എക്സ്പെൻസ് ഓഫ് 1 month. അപ്പോൾ അത് ഞാനിത് മിക്സ് ആക്കിയിട്ട് പറയാം. കാരണം നമ്മളെ വീടല്ല, നമുക്ക് റെൻറ്റ് കൊടുക്കേണ്ടി വരും. നമ്മുടെ ഫോൺ റെൻറ്റ്, പിന്നെ അതുപോലെ നമ്മുടെ ഗ്രോസറീസ്, എവറിതിങ് നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഡബിളാണ്. നമ്മളെ റൂം റെൻ്റൊക്കെ കൊടുക്കുന്ന പൈസ തന്നെ അത്യാവശ്യം നല്ല റേറ്റ് പോകും നമ്മളുടെ ഒരു സാലറിയിൽ നിന്ന്. നമുക്ക് റൂമൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസൊക്കെ ആണെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മളെ സാലറിയിൽ നിന്ന് ഒരു ഇത്ര എമൗണ്ട് വെച്ചിട്ട് നമ്മുടെ റൂം റെൻറ്റിന് പോകുന്നുണ്ട്. അത് നമ്മൾ 2 പേരും വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് അത്യാവശ്യം നല്ലൊരു റൂമും അത്യാവശ്യം നമുക്ക് നല്ല സ്പെൻഡിങ്, അത് കഴിഞ്ഞിട്ടായാലും ബാക്കി നമ്മുടെ സേവിങ്സിനും ഒരു എമൗണ്ട് അതുപോലെ എമൗണ്ടൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വർക്ക് ചെയ്യണത് എപ്പോഴും നല്ലതാണ്. ഇങ്ങനെ ഹസ്ബൻഡ്സ് വർക്ക് ചെയ്യാൻ സമ്മതിക്കില്ലാത്ത ഹസ്ബൻഡ്സ് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത്, നമ്മളെ ലൈഫിൽ വി ജസ്റ്റ് നീഡ് ഈക്വാലിറ്റി. ഇന്ന ആൾ ഇത്ര, ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് എന്നെക്കാളും സാലറി വേണം, അല്ലെങ്കിൽ എൻ്റെ വൈഫ് എന്നെക്കാളും കുറച്ച് സാലറി വാങ്ങിക്കുന്ന ആളായിരിക്കണം എന്നൊക്കെ പറയുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയല്ല നമ്മുടെ ലൈഫിൽ വേണ്ടത്. നമ്മളന്ന് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം. ഞാൻ അങ്ങനെ കുറേ പേരെ കണ്ടിട്ടുണ്ട്, വീട്ടിലിരുന്ന് കുഞ്ഞുങ്ങളെ മാത്രം നോക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആൾക്കാരെ ഞാൻ എൻ്റെ സറൗണ്ടിങ്സിൽ തന്നെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് വർക്ക് ചെയ്യുമ്പോൾ നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും അത് എപ്പോഴും ഭയങ്കര ഒരു നല്ലൊരു കാര്യമാണ്. നമ്മളെ ഫിനാൻഷ്യൽ ഇക്വാലിറ്റി ആണെങ്കിലും നമ്മളുടെ ഇൻഡിപെൻഡൻസ് ആണെങ്കിലും എല്ലാത്തിനും അത് കുറേ കാര്യങ്ങൾ അത് മാറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. എൻ്റെ സാലറി ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് മുമ്പായിട്ട് നമുക്കൊരു 2-3 ക്വസ്റ്റ്യൻസും കൂടെ തീർക്കാം. ഡു യു റിഗ്രറ്റ് വർക്കിംഗ് നൗ ബിക്കോസ് ഐ മിസ് യുവർ ഓൾ വീഡിയോസ് അതർ ദാൻ ഡേ ഇൻ മൈ ലൈഫ്? ഒരിക്കലുമില്ല. ഞാൻ വർക്ക് ചെയ്യുന്നതിന് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്ന ആളല്ല. എനിക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. വെറുതെ വീട്ടിലിരിക്കുന്നതിനേക്കാൾ എത്രത്തോളം പ്രൊഡക്റ്റീവാണ് നമ്മളൊരു വർക്ക് ചെയ്യുന്നതും നമ്മളെ ഫിനാൻഷ്യലി നമുക്കൊരു ഫ്രീഡം കിട്ടുന്നതും. പക്ഷേ ഈ പറഞ്ഞ പോലെ എൻ്റെ വീഡിയോസ് മിസ് ചെയ്യുന്നുണ്ടാവും, എൻ്റെ വീഡിയോസ് ഇഷ്ടമുള്ളവർക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് ഇഷ്ടമുള്ളവർക്ക് അത്ര വീഡിയോസൊന്നും ഞാൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്യാറില്ലല്ലോ. പക്ഷേ ആ ഒരു കാര്യം ആലോചിച്ച് നോക്കുമ്പോൾ ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എൻ്റെ വീഡിയോസ് എൻ്റെ കണ്ടൻറ് ക്രിയേഷൻ ജേർണി ഒന്ന് ഡൗൺ ആയത്. പക്ഷേ എന്നാലും ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ വളരെ ആഗ്രഹിച്ചിട്ടുള്ള എൻ്റെ ഒരു ഡ്രീം ജോബാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എന്നൊക്കെ പറയുന്ന ഒരു ജോബാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അൽഹംദുലില്ലാ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ
അതും അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല വർക്ക് ചെയ്യുന്നത്. റിഗ്രറ്റ് ചെയ്തേനെ എനിക്ക് ജോബ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ, അതല്ലാണ്ട് ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല ജോബ് കിട്ടിയതിന്. കണ്ടന്റ് ക്രിയേഷൻ ഞാനിങ്ങനെ പകുതി ഡള്ളാക്കിയിട്ട് എൻ്റെ മടികൾ കൊണ്ടും ടൈമില്ലാത്തത് കൊണ്ടൊക്കെ ചെയ്യാത്തതിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ജോബ് ഉള്ളതുകൊണ്ട് ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല. നൗ മൈ യൂട്യൂബ് ഇൻകം. എൻ്റെ യൂട്യൂബ് ഇൻകം ഞാൻ ഓൾറെഡി റിവീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഓരോ മാസം നമുക്ക് കിട്ടുന്ന ഇൻകം നമ്മൾ ഓരോ മാസം നമുക്ക് കിട്ടുന്ന ഇൻകം വേരി ചെയ്തിരിക്കും. നമ്മൾ വീഡിയോ കൂടുതൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് യൂട്യൂബ്. വീഡിയോ ചെയ്യുന്നത് കുറവാണെങ്കിൽ ആ മാസത്തെ ഇൻകമും കുറവായിരിക്കും. നാട്ടിലെ രീതി എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഇവിടത്തെ അക്കൗണ്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കണേ. ഇങ്ങോട്ടേക്കാണ് എൻ്റെ യൂട്യൂബ് റവന്യൂ ഒക്കെ വരുന്നത്. ഞാൻ അത്യാവശ്യം നന്നായിട്ടൊരു വീഡിയോ ചെയ്യുന്ന ഒരു മാസമാണെങ്കിൽ ഞാനൊരു മന്ത്ലി ഞാനൊരു വീഡിയോ വളരെ കുറവ് ചെയ്യുന്ന ഒരാളാണ് ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ആഫ്റ്റർ മോണിറ്റൈസേഷൻ എന്ന് പറയാം. അതിനു മുമ്പ് ഞാൻ ഇതിലും കൂടുതൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ മോണിറ്റൈസേഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് വീഡിയോസ് ഒരു മന്ത്ലി അറൗണ്ട് ഒരു നാട്ടിലൊരു 15,000 ആ ഒരു റേഞ്ചിലേക്കാണ് എനിക്കിപ്പോൾ ഇൻകം കിട്ടുന്നത്. കൂടുതൽ വീഡിയോ ചെയ്താൽ കൂടുതൽ ഇൻകം ഉണ്ടാക്കാം, കുറവാണെങ്കിൽ അതിലും കുറഞ്ഞു പോകും. പക്ഷെ ഇതാണ് ഞാൻ പറയുന്ന ഒരു കറക്റ്റ് ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എൻ്റെ സാലറിയാണ് ചോദിച്ചിട്ടുള്ളത്. കുറേ പേരുടെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു സാലറി. നാട്ടിലെ അപേക്ഷിച്ച് ഫാർ ബെറ്റർ എന്ന് പറയാം. നാട്ടിൽ നമ്മൾ മെഡിക്കൽ ഫീൽഡിലാണെങ്കിലും ഏതൊരു ഫീൽഡിലാണെങ്കിലും നമ്മുടെ നാട്ടിൽ, ഞാൻ അങ്ങനെ അടച്ചിങ്ങനെ പറയണതല്ല, പക്ഷെ നാട്ടിൽ നമുക്ക് തരുന്ന സാലറി കുറവായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഇവിടെ കിട്ടുന്ന സാലറി നമുക്ക് കറക്റ്റ് ഒരാളുടെ സാലറി നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ എന്നാലും ഒരു 1 lakh, മോർ ദാൻ 1 lakh അങ്ങനെയൊക്കെ പറയാം കിട്ടുന്നുണ്ട്. എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടും നമ്മളുടെ എബിലിറ്റി അനുസരിച്ചിട്ടും നമ്മുടെ സാലറി കൂടാം കുറയാം, അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരും. തോന്നുന്നു മെഡിക്കൽ ഫീൽഡിൽ അത്യാവശ്യം നല്ല സാലറി നമ്മൾ ഗൾഫ് കൺട്രീസ്, ബഹ്റൈനാണ് കുറച്ചും കൂടെ കുറവും കൊടുക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. മറ്റുള്ള രാജ്യങ്ങൾ ഖത്തറാണെങ്കിലും കുവൈറ്റ് ആണെങ്കിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നല്ല സാലറി പാക്കേജ് ആണെന്ന്. മെഡിക്കൽ ഫീൽഡിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്, എനിക്ക് മറ്റുള്ള ഫീൽഡിലത്തെ അറിയില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല സാലറീസാണ് നമുക്ക് GCC കൺട്രീസ് കൊടുക്കുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് മൈ സാലറി. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ അങ്ങനെ നമ്മുടെ ഒരു Q&A സെഷൻ ഇവിടെ എൻ്റെ ആയിട്ടുണ്ട്. ഞാനൊരു 30 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻബിറ്റ്വീൻ എന്തെങ്കിലും വിട്ടുപോയാലേ ഉള്ളൂ. കുറേ ദിവസങ്ങളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു വ്ളോഗായിരുന്നു ഈ ഒരു Q&A. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങളായിട്ട് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റിയെന്നൊക്കെ തോന്നുന്നു. കുറേ പേർക്ക് ഹെൽപ്ഫുൾ ആവാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഡോണ്ട് ഫോർഗെറ്റ് ടു കമൻറ്റ്. അതുപോലെ ഇനിയും ഇങ്ങനത്തെ വ്ളോഗ്സ് കാണാൻ ഇഷ്ടമാണെങ്കിൽ, കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജസ്റ്റ് ടു കമൻറ്റ്. അങ്ങനെ നമുക്ക് ഇന്നത്തെ ഈ ഒരു Q&A സെഷൻ ഇവിടെ എൻഡ് ചെയ്യാം. അടുത്ത വ്ളോഗിൽ കാണാം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.